ഹലോ ഫ്രണ്ട്സ്, 1.5 കോടിയിലധികം കാറും ടൂ വീലേഴ്സൊക്കെ ഉള്ള കേരളത്തിൽ 6 മാസം കൂടുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന എയർ ഫിൽറ്റേഴ്സിന് വേണ്ടത്ര അതിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും മാനുഫാക്ചേഴ്സ് ഇല്ല എന്നുള്ള സത്യം നിങ്ങൾ എത്ര പേർക്ക് അറിയാം? ഇപ്പോഴേ നമ്മളത് ബാക്കിയുള്ള സ്റ്റേറ്റിനെയും കൺട്രീസിനെയും ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് കൂടുതൽ അറിയാം നമ്മുടെ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിന് വേണ്ടിയുള്ള ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് വെച്ചാൽ 70,000 തൊട്ട് 1.5 ലക്ഷം രൂപ വരെ മാത്രം മതി എന്നുള്ളതാണ് ഏറ്റവും ചെറിയ സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് അതിന് സെമി ഓട്ടോമാറ്റിക്കും ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് വലുതാക്കാൻ വളരെ പോസിബിലിറ്റി ഉള്ള ഇന്നും ഡിമാൻഡുള്ള ഒരു മേഖലയാണ് ഈ ഒരു വണ്ടികളുടെ ഫിൽറ്റർ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ട മെഷീനറീസ് ആൻഡ് ടൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് എയർ ഫിൽറ്റർ പ്ലേറ്റിംഗ് മെഷീനാണ്, രണ്ടാമത് ഇതിനുള്ളൊരു കട്ടിംഗ് മെഷീൻ, പിന്നെ ഇതിനൊരു ഗ്ലൂ ഡിസ്പെൻസിംഗ് ഒരു ഗണ്ണ്, സിമ്പിൾ സാധനങ്ങൾ നടത്തില്ല, പിന്നെ ഒരു മാനുവൽ ഹൈഡ്രോളിക് പ്രസ്, പിന്നെ ഒരു എയർ ഫിൽറ്റർ ഫൈനലി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു യൂണിറ്റ്. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള മെഷീനറീസ് ടൂൾസ് മതി എന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഫിൽറ്റർ പേപ്പർ, നമ്മൾ പ്ലീറ്റഡ് നമ്മളിങ്ങനെ മടക്കായിട്ട് വെക്കുമല്ലോ, അതിന് അങ്ങനെ പ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫിൽറ്റർ പേപ്പർ, പിന്നെ റബ്ബർ ഗാസ്കറ്റ്, പിന്നെ മെഷ് പുറത്ത് വെക്കാനുള്ള, പിന്നെ നമുക്ക് ഇതിനുള്ള ഗ്ലൂ അഡ്ഹസീവ് ഒട്ടിക്കാൻ വേണ്ടിയുള്ള, പിന്നെ ഇതിന്റെ ഔട്ടർ ഫ്രെയിമിന്റെ ഒരു മെറ്റീരിയൽ സ്റ്റീൽ കൊണ്ടുള്ള. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇൻഹോസ് ആയിട്ട് പിന്നെ കമ്പനി വളരുന്നതിനനുസരിച്ച് മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിൽ ബിസിനസ് വളർത്താൻ വേണ്ടി വരും. പിന്നെ ഇതിന്റെ പ്രോസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഫിൽറ്റർ പ്ലേറ്റ് നമ്മൾ പ്ലീറ്റ് ചെയ്യുക, പിന്നെ അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് മെഷ് വെച്ചിട്ട് അതിന് ഗാസ്കറ്റ് രണ്ട് സൈഡിലും വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഔട്ടർ ഫ്രെയിം വെച്ച് കണ്ട് ഗ്ലൂ ചെയ്ത് ഫിക്സ് ചെയ്യുന്നതാണ്. പിന്നെ അതിന് ഫൈനൽ പ്രസ് ചെയ്യുക, പിന്നെ അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക. ഈ 3 പ്രോസസ് മാത്രമേ ഇതിനുള്ളൂ. ഏതൊരാൾക്കും ഒരു സ്കിൽഡ് മാൻ പവർ ഒന്നും ആവശ്യമില്ലാത്ത ഏത് കുടിൽ വ്യവസായമായിട്ട് പോലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ്. പക്ഷേ മാർക്കറ്റ് ആണെങ്കിലും വളരെ ഹ്യൂജ് മാർക്കറ്റുള്ള ഒരു മേഖലയാണത്. ഇതിന്റെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ലോക്കൽ ഗാരേജ് നെറ്റ്വർക്കിലേക്ക് കൊടുക്കാം, ഹോൾസെയിൽ സ്പെയർ പാർട്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കാം, കാറിന്റെ ബൈക്കിന്റെ സർവീസ് സെന്ററുകളിൽ സ്പെയർ പാർട്സിന്റെ ഡീലേഴ്സിന്, അതുപോലെ ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് കാറ്റലോഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം നമുക്ക്. പിന്നെ B2B പ്ലാറ്റ്ഫോമുകളായ ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ പോലുള്ള വെബ്സൈറ്റുകൾ വഴി നമുക്ക് അതും കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഇതിന് പോസിബിലിറ്റി. ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഫിൽറ്റർ നമുക്ക് ഏകദേശം 15 തൊട്ട് 40 രൂപയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. സെല്ലിംഗ് പ്രൈസ് ആണെങ്കിലും 40 രൂപ തൊട്ട് 120 രൂപ വരെ. പ്രോഫിറ്റ് മാർജിൻ 50 തൊട്ട് 200% വരെ മാർജിനുള്ള ഒരു മേഖലയാണ്. പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി വണ്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വളരെയധികം പോസിബിലിറ്റിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിന് മന്ത്ലി ഇൻകം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ഏറ്റവും സിമ്പിൾ സ്റ്റാർട്ട് ചെയ്താൽ പോലും പറ്റുമെന്നുള്ളതാണ്. ഇതിന്റെ സ്കേലബിലിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കാർ ഫിൽറ്റർ ആഡ് ചെയ്യാം, പിന്നെ ഓയിൽ ഫിൽറ്റർ, പിന്നെ അതുപോലെ തന്നെ ഫ്ലീറ്റ് ഓണേഴ്സിന് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് വണ്ടികളിൽ 500, 600 ഒക്കെ വണ്ടികളുടെ വലിയ വലിയ ടീമുകൾക്ക് നമുക്ക് എന്തെങ്കിലും ബൾക്കായിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ പറഞ്ഞാൽ ഒത്തിരി ആവശ്യമുള്ള മെറ്റീരിയലാണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ വിഴിഞ്ഞം കൊച്ചിൻ എയർപോർട്ട്, സീപോർട്ടും എയർപോർട്ടൊക്കെ നമുക്ക് ഓപ്പൺ ആയതുകൊണ്ട് അവിടെ നമുക്ക് ബൾക്കായിട്ട് നല്ല രീതിയിലുള്ള ക്വാളിറ്റി പാക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എക്സ്പോർട്ടിംഗ് പോസിബിലിറ്റീസും കൂടെ ഈ ഒരു ബിസിനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ബിസിനസ് ആശയങ്ങൾക്കായി നമ്മുടെ ചാനൽ ബിസ്റ്റാർട്ട് മാപ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ബിസിനസിന്റെ ഗൈഡിന് വേണ്ടിയിട്ട് BG എന്ന ഈ ബിസിനസിന്റെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ബിസിനസ് പേഴ്സണലൈസ്ഡ് ബിസിനസ് കൺസൾട്ടേഷന് വേണ്ടി 1-to-1 എന്നും വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു.